ഹലോ വെൽക്കം ബാക്ക് ടു ഓൾ അബൌട്ട് ബയോ മലയാളം. ഇന്നത്തെ ടോപ്പിക്ക് ഫ്ലവർ ഡിസെക്ഷൻ ആണ്. നമ്മൾ ഈ ഒരു ചെമ്പരത്തി പൂവിനെയാണ് ഇന്ന് ഡിസെക്റ്റ് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ട്, ഏതൊക്കെയാണ് പാർട്സ് എന്നൊക്കെ പഠിക്കാൻ പോകുന്നത്. +1 ബോട്ടണിയിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഈ ഒരു ടോപ്പിക്ക് പ്രാക്ടിക്കൽസിനും തിയറിക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷൻ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസെക്റ്റ് ചെയ്യാൻ പോകുന്നത് ഈ കാണുന്ന ചുവപ്പൻ 5 ഇതൾ ചെമ്പരത്തിയാണ്. പാർട്സ് ആൻഡ് പ്രോപ്പർട്ടീസ് പഠിക്കാൻ ചെമ്പരത്തി പൂ അല്ലെങ്കിൽ ഹെബിസ്കസ് ആണ് ഒരു ബെറ്റർ ചോയ്സ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദി ഡിസെക്ഷൻ. വലിയ ഇൻസ്ട്രുമെൻറ്റ്സ് ഒന്നും യൂസ് ചെയ്യാതെ വീട്ടിൽ തന്നെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ഡിസെക്ഷനാണ് ചെമ്പരത്തി പൂവിൻ്റേത്. വളരെ കോമൺ ആയിട്ട് നമ്മുടെ നാട്ടിൻപുറങ്ങളിലും തൊടികളിലും ഒക്കെ കാണുന്ന ഈ ചെമ്പരത്തി ചെടി കിട്ടാനും നമുക്ക് വളരെ എളുപ്പമായതുകൊണ്ട് തന്നെ ഇതിൽ പ്രാക്ടീസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ എക്സാം ടൈമിൽ വളരെ എളുപ്പമായിട്ടുണ്ടാവും. ഇനി ഏതൊക്കെയാണ് ഒരു ഫ്ലവറിൻ്റെ പാർട്സ്, അതിൻ്റെ എല്ലാം ഫങ്ഷൻസ് എന്താണ് എന്നെല്ലാമാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ചെമ്പരത്തി പൂവ് പൊതുവെ ബൈസെക്ഷൽ ആയിട്ടുള്ള ഒരു ഫ്ലവറാണ്. ഫീമെയിൽ ആൻഡ് മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ഒരു ഫ്ലവറിൽ തന്നെ പ്രസൻ്റ് ആയിട്ടുള്ള ഒരു കണ്ടീഷനെയാണ് നമ്മൾ ബൈസെക്ഷൽ ഫ്ലവേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്ന ആ ഒരു സിസ്റ്റം, ഇതിൻ്റെ പൂമ്പടിയെല്ലാം ഇരിക്കുന്നത് മെയിൽ ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു പാർട്ടാണ്. ഈ അറ്റത്ത് കാണുന്നത് സ്റ്റിഗ്മ പോർഷനാണ്. ഇതിൻ്റെ ഉള്ളിലേക്കാണ് ഓവറി പോർഷൻ വരുന്നത്. അപ്പോൾ ഉള്ളിലെ, അതായത് ഇന്നർ പാർട്സിൽ ഓവറീനെ പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കുന്ന ഒരു റോൾ ഓഫ് പെറ്റൽസ് ആണ് ചുറ്റുമുള്ളത്. അപ്പോൾ പെറ്റൽസിൻ്റെ മെയിൻ ഫംഗ്ഷൻ ഉള്ളിലെ ഇൻറ്റേർണൽ ആയിട്ടുള്ള ഓർഗൻസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക, കൂടാതെ തന്നെ ഇൻസെക്ട്സിനെ, പോളിനേറ്റേഴ്സ് ആയിട്ടുള്ള ഇൻസെക്റ്റുകളെ അട്രാക്റ്റ് ചെയ്യുക എന്നുള്ളത് കൂടിയാണ്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് കാലിക്സ് ആണ്. ഈ ചെറിയ പോർഷൻ ആയിട്ടുള്ളത് എപ്പി കാലിക്സ് എന്ന് പറയും. പിന്നെ അതിൻ്റെ തുമ്പത്തുള്ളത് പെഡിസൽ അല്ലെങ്കിൽ പെഡങ്കിൾ എന്ന് പറയുന്ന സിസ്റ്റമാണ്. ഈ പെറ്റൽസ് 5 ഇതളുള്ള അല്ലെങ്കിൽ 5 പെറ്റൽസ് ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിന് ഓൾ ടുഗെദർ നമ്മൾ കൊറോള എന്ന് പറയും. ഇനി നമ്മൾ കാണാൻ പോകുന്നത്, ഇപ്പം ഞാൻ അതിൻ്റെ സെപ്പൽസ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കാലിക്സ് പോർഷൻ, സെപ്പൽസ് എന്ന് പറയുന്നത് കാലിക്സിൻ്റെ ഒരു യൂണിറ്റ് ആണ്. അപ്പോൾ സെപ്പൽസ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ആ ഒരു കാലിക്സ് പോർഷൻ ഗ്രീൻ കളറിലത് സെപ്പറേറ്റ് ചെയ്തു. അതിൽ കൂടെ തന്നെ എപ്പി കാലിക്സ് റീജിയനും പെഡിസലും കൂടിയിട്ടുള്ളൊരു അറ്റാച്ച്ഡ് സ്ട്രക്ചറാണത്. അപ്പോൾ അതിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തു. കാലിക്സിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് ഒരു പൂവ് ബഡായിരിക്കുന്ന അല്ലെങ്കിൽ മൊട്ടായിരിക്കുന്ന സമയത്ത് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു സ്ട്രക്ചറാണ് കാലിക്സ്. അത് വളരുമ്പോൾ അത് അതിൻ്റെ ബോട്ടത്തിൽ പെഡിസലിനോടും എപ്പി കാലിക്സിനോടും ചേർന്നിട്ടുള്ള ഒരു സ്ട്രക്ചറായിട്ട് റെഡ്യൂസ്ഡ് ആവുകയാണ് ചെയ്യുന്നത്. അതാണിപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് റിമൂവ് ചെയ്തിരിക്കുന്നത്. ഇനിയുള്ളത് പെറ്റൽസ് ആണ്. വളരെ പതുക്കെ, വളരെ കെയർഫുള്ളായിട്ട് നമുക്ക് ഓരോരോ പെറ്റൽസ് ആയിട്ട് റിമൂവ് ചെയ്യാം. ഇങ്ങനെ പതിയെ ചെയ്താൽ മാത്രമേ നമുക്ക് നമ്മുടെ പിസ്റ്റലും സ്റ്റൈലും എല്ലാം കംപ്ലീറ്റ്ലി കാണാൻ പറ്റുന്ന രീതിയിൽ ഡിസെക്റ്റ് ചെയ്ത് കറക്റ്റായിട്ട് എടുക്കാൻ പറ്റുള്ളൂ. ഇവിടെ ഇപ്പോൾ നമ്മൾ ചെയ്തത് ഡിസെക്ഷൻ്റെ ഒരു പ്രിപ്പറേറ്ററി ഫേസാണ്. പതിയെ വളരെ സൂക്ഷ്മമായിട്ട് കാലിക്സും ഓരോരോ പെറ്റൽസും നമ്മൾ റിമൂവ് ചെയ്യാണ്. ഇത്രയാണ് മെയിൻ പോർഷൻസ്, അതായത് കാലിക്സ് സിസ്റ്റം, സെപ്പൽസ് എല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കാലിക്സ്, അതിൻ്റെ താഴെ എപ്പി കാലിക്സ്, പിന്നെ പെഡിസൽ കൂടിയതൾ, പിന്നെ ഇതളുകൾ ഓരോന്നും. ഇനി നമ്മൾ ഡിസെക്റ്റ് ചെയ്യാൻ പോവാണ്. ഓരോന്നിനെയും സെപ്പറേറ്റ് ചെയ്ത് നമ്മൾ അതിൻ്റെ നടുക്കുള്ള പെഡിസൽ റീജിയൻ മാത്രം എടുക്കുകയാണ്. ഇത് ആക്ച്വലി ഫിലമെൻറ്റും ആന്തറും പെഡിസലും സ്റ്റേമനും സ്റ്റിഗ്മയും എല്ലാം കൂടിയ, അതായത് മെയിൽ ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഒരുമിച്ച് കൂടിയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ്. ഇവിടെ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ ഫിലമെൻറ്റിനെ ടിയർ ചെയ്ത് അല്ലെങ്കിൽ അതിനെ പതിയെ കീറിയിട്ടാണ് നമ്മൾ അതിൻ്റെ പിസ്റ്റൽ അല്ലെങ്കിൽ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ്റെ പാർട്സ് ആയിട്ടുള്ള സ്റ്റൈൽ ആൻഡ് സ്റ്റിഗ്മ എല്ലാം റിമൂവ് ചെയ്യുക അല്ലെങ്കിൽ സെപ്പറേറ്റ് ചെയ്യുക. ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് ഓവറി ഇൻക്ലൂഡഡ് ആയിട്ടുള്ളൊരു പോർഷനാണ്. നമ്മളത് റിമൂവ് ചെയ്തപ്പോൾ ഓവറി താഴത്തേക്കായി നമ്മുടെ സെപ്പൽസ് ഇൻക്ലൂഡഡ് ആയിട്ട് കാലിക്സ് പോർഷനിൽ ഉള്ളത്. ഇപ്പോൾ നമ്മൾ റിമൂവ് ചെയ്ത ഈ ഒരു പോർഷനാണ് സ്റ്റിഗ്മ ആൻഡ് സ്റ്റൈൽ ഓഫ് ആൻ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ. ബാക്കി വന്നിരിക്കുന്നതാണ് മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ്റെ ഫിലമെൻറ്റും ആന്തറും. ഇനി നമുക്ക് മെയിൽ ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാം. നേരത്തെ നമ്മൾ മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനെയാണ് സെപ്പറേറ്റ് ചെയ്തത്. ഇപ്പോൾ നമ്മൾ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനെ, അതായത് ഓവറി ഇൻക്ലൂഡ് ചെയ്ത് ഡിസെക്റ്റ് ചെയ്യാൻ പോവാണ്. വളരെ സൂക്ഷ്മമായിട്ട് വളരെ പതുക്കെ ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ്. കാരണം ഓവറി കൂടെ ഇൻക്ലൂഡ് ചെയ്ത് വേണം നമുക്ക് ആ ഒരു സ്ട്രക്ചർ കിട്ടാൻ. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് പതിയെ കാലിക്സിൻ്റെ പോർഷനെ, ഓരോ സെപ്പൽസിനെ പതിയെ ഒരു സൈഡിൽ നിന്ന് ടിയർ ചെയ്ത് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ ഫിലമെൻറ്റിനെ ടിയർ ചെയ്യുകയാണ്, അല്ലെങ്കിൽ അതിനെ നടുക്ക് നിന്ന് പിളർത്തിയെടുക്കുകയാണ്. അതിൻ്റെ ഉള്ളിലാണ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ സ്റ്റൈൽ ആൻഡ് സ്റ്റിഗ്മ പോർഷൻ ഇരിക്കുന്നത്. പിന്നെ ആ പെഡിസലിന് പൊക്കത്തായിട്ട് നമ്മുടെ സെപ്പൽസ് കവർ ചെയ്തിരിക്കുന്ന ആ ഒരു ഏരിയയിലാണ് ഓവറിയും പ്രസൻ്റ് ആയിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ഓവറിനെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് തന്നെ
ആ ഒരു സിസ്റ്റത്തിനെ പതിയെ റിവീൽ ചെയ്യും പോലെയാണ് എടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ ആ കാണുന്ന ഒരു യെല്ലോ പോർഷൻ ആണ് ഓവറി. നമ്മൾ ഇതിൻ്റെ എതളുകളെല്ലാം അതിൻ്റെ തണ്ടിൽ നിന്ന് അല്ലെങ്കിൽ പെഡിസലിൽ നിന്ന് വേർപെടുത്തിയിട്ട് നമ്മളിതാ അതിൻ്റെ സൈഡിൽ സെപ്പലോട് കൂടി നമുക്ക് ഡിസെക്ഷൻ എടുക്കാനായിട്ടാണ് ഞാനിപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമുക്ക് വേണമെങ്കിൽ ആദ്യം ഗൈനീഷ്യം മാത്രമായിട്ട് കാണിക്കാം. ഇപ്പോൾ നമുക്ക് ഗൈനീഷ്യം മാത്രം കാണിക്കാനായിട്ടാണെങ്കിൽ സെപ്പലിൻ്റെ ആവശ്യമില്ല. ഒരു ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ സിസ്റ്റമാണ് അല്ലെങ്കിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റമാണ് ഗൈനീഷ്യം. ഗൈനീഷ്യത്തിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഇങ്ങനെ അതിൻ്റെ നടുക്കുകളെ പിളർത്തിയെടുത്തിട്ട് നമുക്ക് ഗൈനീഷ്യത്തിൻ്റെ ഫുൾ സ്ട്രക്ചർ കാണാൻ പറ്റും. പെഡിസലുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ആ ഒരു പോർഷൻ അതിൻ്റെ ഓവറിയാണ്. ഗൈനീഷ്യത്തിൻ്റെ മെയിൻ പാർട്ടായിട്ടുള്ള ഓവറി. അതിൻ്റെ പൊക്കത്തേക്ക് വന്നിരിക്കുന്ന ഈ നൂല് പോലുള്ള വെള്ള സ്ട്രക്ചർ അതിൻ്റെ സ്റ്റൈലാണ്. ഇതിനറ്റത്താണ് സ്റ്റിഗ്മ വരുന്നത്. ഈ സ്റ്റിഗ്മ പോർഷനിലാണ് പൂമ്പൊടികൾ അല്ലെങ്കിൽ പോളൻ ഗ്രെയിൻസ് വന്ന് അറ്റാച്ച് ചെയ്തിരുന്നതിന് ശേഷം പോളൻ ട്യൂബ് താഴത്തേക്ക് വളർന്ന് ഓവറിയിലേക്ക് എത്തി ഫെർട്ടിലൈസ് ചെയ്യപ്പെടുന്നത്. ഈ ഗൈനീഷ്യം സ്ട്രക്ചർ വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഒന്നാണ്. നമ്മളിപ്പോൾ കാണുന്ന ആ ഒരു റെഡ് പോർഷൻ, റെഡ് ട്യൂബ് പോലുള്ളത് മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ്റെ പാർട്ടായിട്ടുള്ള ഫിലമെൻ്റ് ആണ്. അതിനു ചുറ്റും ആന്തേഴ്സ് ഉണ്ട്. അപ്പോൾ മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ്റെ ഉള്ളിലാണ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ്റെ പാർട്ടായിട്ടുള്ള അല്ലെങ്കിൽ സ്റ്റൈല് ഉള്ളത്. അപ്പോൾ ഈ സ്റ്റൈലിനെ വളരെ പതുക്കെ വേണം അതിൻ്റെ ഉള്ളിൽ നിന്ന് റിമൂവ് ചെയ്തെടുക്കാൻ. സ്റ്റൈലും ഓവറിയും സ്റ്റിഗ്മയും കൂടിയിട്ടുള്ള ആ ഒരു കംപ്ലീറ്റ് സിസ്റ്റമാണ് ഗൈനീഷ്യം. അല്ലാതെ സെപ്പറേറ്റ് ചെയ്ത് നമ്മൾ കാണിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാർക്ക് കിട്ടില്ല. ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് ഒരുമിച്ച് ഒറ്റ സ്ട്രക്ചറായിട്ട് കാണിച്ചതിനെയാണ് അല്ലെങ്കിൽ അങ്ങനെ എടുക്കുന്നതിനെയാണ് നമ്മൾ ഗൈനീഷ്യം എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ വളരെ വിജയകരമായിട്ട് ഗൈനീഷ്യത്തിനെ സെപ്പറേറ്റ് ചെയ്തെടുത്തു ഫ്രം എ ഫ്ലവർ. ഇതാണ് ഗൈനീഷ്യം അഥവാ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ഓഫ് എ ഫ്ലവർ. ആ അറ്റത്ത് പെഡിസലിനോട് കൂടി കാണുന്ന മഞ്ഞ പോർഷനാണ് ഓവറി. അതിൽ നിന്ന് ഉത്ഭവിക്കുന്ന നാര് പോലുള്ള വെള്ള പോർഷനെയാണ് നമ്മൾ സ്റ്റൈൽ എന്ന് പറയുന്നത്. അതിനറ്റത്ത് കാണുന്നതാണ് അതിൻ്റെ സ്റ്റിഗ്മ പോർഷൻ. ഈ ഒരു വെള്ള നാര് പോലെയുള്ള ഏരിയയാണ് സ്റ്റൈല്. അതിനറ്റത്ത് കാണുന്നതാണ് സ്റ്റിഗ്മ. ഇതാണ് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. ഇപ്പോൾ നമ്മൾ കണ്ടത് ഗൈനീഷ്യം, ഇപ്പോൾ ഇത് ആൻഡ്രീഷ്യം അല്ലെങ്കിൽ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. ആൻഡ്രീഷ്യം എന്ന് പറയുന്നത് ഫിലമെൻറ്റും ആന്തറും പോളൻ ഗ്രെയിനും എല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ്. ആ താഴേക്ക് കുഴൽ പോലെയുള്ള പാർട്ടാണ്, റെഡ് പാർട്ടാണ് ഫിലമെൻറ്റ്. ചുറ്റും ആന്തറിൻ്റെ അറ്റത്ത് പോളൻ ഗ്രെയിൻസ്. ഇതെല്ലാ പാർട്സും സെപ്പറേറ്റ് ചെയ്ത് എടുത്ത് ഡെമോൺസ്ട്രേറ്റ് ചെയ്തിരിക്കുന്നതാണ്. പെറ്റൽസ് എല്ലാം കൂടിയിട്ടുള്ള ആ ഒരു സിസ്റ്റം അല്ലെങ്കിൽ ആ ഒരു റോളാണ് കൊറോള. സെപ്പൽസ് എല്ലാം കൂടിയിട്ടുള്ള റോളാണ് കാലിക്സിന് താഴെ എപ്പി കാലിക്സ് ആൻഡ് പെഡിസിൽ. ഈ ഒരു സിസ്റ്റം ഗൈനീഷ്യത്തിൽ സ്റ്റൈൽ ആൻഡ് സ്റ്റിഗ്മ, ഓവറി. പിന്നെ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റമായിട്ടുള്ള ആൻഡ്രീഷ്യത്തിന് ഫിലമെൻറ്റ്, സ്റ്റീമനിൽ പോളൻ ഗ്രെയിൻസ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഏതെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് ഇനിയും കാണാം. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. Keep learning and keep growing. Stay happy.